റമദാനിൽ പല നോമ്പുകളും വിട്ടുപോയിട്ടുണ്ട്. ആ നോമ്പുകൾ ഈ ഒരു 10 ദിവസത്തെ നോമ്പ് ആ 2 നിയത്തും ഒന്നിച്ച് എനിക്ക് ഈ സമയത്ത് നോറ്റുവിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ ഇതുപോലെ റമദാൻ്റെ സമയത്തായിരുന്നു എൻ്റെ ഗർഭധാരണവും മുലയൂട്ടൽ എന്നുള്ള കാരണം കൊണ്ട് ആ നഷ്ടപ്പെട്ട നോമ്പെല്ലാം ഈ സമയത്ത് നോറ്റുവിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോറ്റുവിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നോറ്റുവിട്ടാൻ പറ്റും. നോമ്പ് നോൽക്കാൻ പറ്റിയ ദിവസങ്ങളാണിതൊക്കെ. അതുകൊണ്ട് അവർക്ക് നോറ്റുവിട്ടുന്നതിന് യാതൊരു വിരോധവുമില്ല. എന്നാൽ റമദാനിൻ്റെ ആ ദിനങ്ങൾ കഴിഞ്ഞാൽ നോമ്പിന് ഏറെ പ്രാധാന്യമുള്ള മറ്റു സൽക്കർമ്മങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ഏറുന്ന ശ്രേഷ്ഠത വർദ്ധിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ. ആ ദിവസങ്ങൾ എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് ചേരുന്ന ദിനങ്ങളാണ്. നമസ്കാരമുണ്ട്, നോമ്പെടുക്കാം. ധാരാളം നോമ്പെടുക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം നോമ്പെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9 അറഫ നോമ്പ് ഏറ്റവും മഹത്തായ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ സ്വതക്കയും പിന്നെ തവാഫും സഅയും അതുപോലെ തന്നെയുള്ള എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് ചേരുന്ന നാളുകളാണ് ഇത് എന്നതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതാണ്? ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളാണ്, ആദ്യ 10 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വൽ ഫജ്ർ വലയാലിൻ അഷ്ർ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം തന്നെ അതേതാണ് എന്നാണ്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്നാണ് അതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഫ്ളൽ അക്സർ അജ്ർ, ഏറ്റവും കൂടുതൽ അജ്റുള്ളത് അഫ്ളലായിട്ടുള്ളത് അതേതാണ്? ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്ക്. അപ്പോൾ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് വീട്ടാനുള്ള നോമ്പുകൾ ആ ദിവസങ്ങളിൽ എടുക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. അല്ലാത്ത സുന്നത്ത് നോമ്പുകൾ തന്നെ എടുക്കാം. ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 9 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പുണ്യമാണല്ലോ, സുന്നത്തായ കാര്യമാണല്ലോ. ഈ ഫർള് നോമ്പുകൾ അവിടെ വെച്ച് നോറ്റിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ നോറ്റാൽ ഫർളിൻ്റെ നീയത്തും ഈ സുന്നത്ത് നോമ്പുകളുടെ നീയത്തും ഒരുമിച്ചാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അങ്ങനെ 2 നീയത്തുകൾ ഒരു അമലിൽ വെക്കാൻ പാടില്ല. ഒരു കർമ്മത്തിൽ 2 നീയത്തുകൾ വെക്കാൻ പാടില്ല. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കർമ്മം ഏത്, പ്രധാനമായി ഉദ്ദേശിക്കപ്പെടേണ്ടുന്ന കർമ്മം ഏത്, നീയത്താക്കപ്പെടേണ്ടുന്ന കർമ്മം ഏത്, ആ കർമ്മം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നിർവഹിക്കേണ്ട മറ്റു വല്ല കർമ്മങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ പുണ്യവുമൊക്കെ അതിൽ ചേരും. പക്ഷേ നമ്മൾ നീയത്ത് ഒന്നേ പറ്റുള്ളൂ, ഒരു നീയത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ പിന്നെ ഈ ദിവസത്തിൽ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഇപ്പോൾ ഈ ചോദ്യത്തിലുള്ളതുപോലെ തന്നെ അവർക്ക് നോറ്റ് വീട്ടാനുള്ള നോമ്പ് ആ സമയത്ത് നോൽക്കുന്നു. അയാൾ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത, ഈ സുന്നത്ത് നോമ്പും എനിക്ക് കിട്ടണം, ഈ ഫർള് നോമ്പും എനിക്ക് കിട്ടണം എന്ന നെയ്യത്ത് പറ്റില്ല. ഫർള് നോമ്പിൻ്റെ നെയ്യത്ത് മാത്രമേ പറ്റുള്ളൂ. അവിടെ തെശ്രീക്ക് പാടില്ല. ഫർളിൻ്റെ തെശ്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂട്ടിച്ചേർക്കുക, പങ്കാളിത്തം പാടില്ല. നെയ്യത്തിൽ പങ്കാളിത്തം ഈ രൂപത്തിൽ പാടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ഫർള് നോമ്പ് നോൽക്കുക. അത് ഈ ദിവസങ്ങളിലായതുകൊണ്ട് സൽക്കർമ്മം ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ആണ് അത് എന്ന് പറയുമ്പോൾ ആ ദിനത്തിൻ്റെ ഫളില് കൂടി അവർക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ കിട്ടും എന്ന് വിചാരിക്കാം. പക്ഷേ 2നും കൂടിയുള്ള നീയത്ത് പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. 2 നീയത്തുകൾ ഒരുമിച്ച് ചെയ്യില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് റവാത്തിബ് സുന്നത്തുണ്ടെങ്കിൽ അത് നിസ്കരിക്കുമ്പോൾ റവാത്തിബും പള്ളിയിൽ കയറിയ 2 റക്അത്ത് സുന്നത്തും വുളുവിൻ്റെ 2 റക്അത്ത് സുന്നത്തും ഒക്കെ കൂടിയല്ല നിസ്കരിക്കേണ്ടത്. റവാത്തിബ് ഉണ്ടെങ്കിൽ അത് നിസ്കരിക്കുമ്പോൾ ഒരുപക്ഷെ ആ പള്ളിയിൽ കയറുന്ന സമയത്തുള്ള തഹിയ്യത്ത് നിസ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ വുളുവിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ഒക്കെ പ്രതിഫലം അതിൽ കൂടിയേക്കും. എന്നല്ലാതെ അതിൻ്റെ എല്ലാറ്റിനും കൂടി ഒറ്റ നീയത്ത് ഒരു കർമ്മത്തിൽ ഒന്നിൽ കൂടുതൽ നീയത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.